അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പം പോയി പോയി എന്ന് പറയണതാണ്. ഈ ഒരു പോയി പോയി എനിക്ക് ഇഷ്ടമായ കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് രാത്രിയിൽ പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ ആദ്യം തന്നെ കെറ്റിൽ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ തക്കാളി സബോളയൊക്കെ അരിയാൻ വേണ്ടി നിൽക്കണുണ്ട്. സബോള മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അരമുറി അരിയണേറ്റ് മുന്നേ എൻ്റെ കണ്ണിൽ നിന്ന് കൂടുകൂടാ കണ്ണീര് ഒഴുകുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ആ പ്രശ്നമില്ല കേട്ടോ. ഇപ്പം ഞാൻ നേരെ ആക്കണേന് ഒരു 2 മിനിറ്റ് മുന്നേ ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ തണുക്കും. അപ്പം പിന്നെ കണ്ണരിയില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പം നമ്മുടെ കുഞ്ഞു പെണ്ണിനുണ്ടല്ലോ ഇങ്ങനെ ഇതൊരു പിണക്കം വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുക അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ ഇതുപോലെ ഒരിടത്ത് മാറിപ്പോയിരുന്നിട്ട് പിണങ്ങിയിരിക്കും കേട്ടോ. എന്നിട്ട് കൈ കെട്ടിയിട്ട് പോകുമെന്ന് പറയും കേട്ടോ. ഞാനത് കാണിക്കാൻ പറഞ്ഞ കാരണം അവൾ കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ മുട്ടക്കറിയിൽ പൊടികളൊക്കെ ഇട്ടിട്ട് അത് മൂത്തപ്പത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇന്ന് നമ്മൾ എന്തായാലും നാളികേരം ഒന്നും അരച്ചിട്ടില്ല കേട്ടോ. മുട്ടക്കറിയിൽ സാധാ മുട്ടക്കറിയാണ് കേട്ടോ വെച്ചത്. പിന്നെ നേരത്തെ തന്നെ ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്കൂട്ടെടുത്ത് കളിക്കണം കണ്ടപ്പോഴത്തേക്ക് ഞാനത് ഇപ്പുറത്ത് അടുപ്പിലേക്ക് ആക്കിയിട്ട് പുട്ടിനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ രണ്ടാൾക്കും പല്ലിയൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ രാവിലെ പല്ലിയൊക്കെ രണ്ടാൾക്ക് ഭയങ്കര മടിയുമാണ് കേട്ടോ. അങ്ങനെ പുട്ടും മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ട്. രാത്രിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മിക്കൂട്ടർ ഇഷ്ടമാണ് കേട്ടോ. അവനും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.